അമ്മേ എന്നാ ഉണ്ട് എന്നാ നമ്മൾക്ക് ഇന്ന് പുതിയൊരു ഇത് ഉണ്ടാക്കാൻ പറ്റുന്നേ? മോനെ ഇത് കണ്ടോ, 2 കിലോ പച്ചക്കപ്പയാ. പച്ചക്കപ്പ അത് നമുക്ക് കണ്ടിച്ച് മുറിച്ച് വേവിച്ച് പാൽക്കപ്പ വെക്കാനായിട്ട്. പാൽക്കപ്പയോ? ആഹാ, ട്രെൻഡിങ് സാധനമാണല്ലോ. വെച്ച് നോക്കാം, വെക്കാം അല്ലേ? നല്ല അടിപൊളി പാൽക്കപ്പ. അങ്ങനെ ഒന്ന് വെക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്നാ ചെണ്ടങ്കപ്പ ഒഴുകുന്ന പോലെ ചെറുതായിട്ടല്ലേ? ചെറുതായിട്ട് കീറിയെടുക്കാം. ആദ്യം കണ്ടിച്ചിടാം, ശേഷം നമുക്കത് കീറിയെടുക്കാം. ഇതുപോലെ ചെറുതാക്കി കണ്ടിച്ച് വേണം കീറാൻ. അപ്പോൾ നമുക്കിത് പൊളിച്ചെടുക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചാലേ, ഇങ്ങനെ പൊളിച്ചിട്ട് വെട്ടത്തിൽ പൊളിക്കണം. പൊളിച്ചിട്ട് ഇത് ഇങ്ങനെ 4 കീറണം. അതിനാന്ന് ചോദിച്ചാൽ ഇത് നല്ലതുപോലെ വെന്തതിന് വേഗണ്ടേ. വെന്തതിന് ശേഷം അത് ഉടച്ചെടുക്കാനായി ഞാൻ ഇതുപോലെ വേര് കളയണം നടുക്കത്തെ. അല്ല, വേരിങ്ങനെ കിടക്കും. മൊത്തം പൊളിക്കേ. കപ്പയെല്ലാം നമ്മൾ പൊളിച്ച് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കപ്പയെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ കുക്കറിനകത്തോട്ട് ഈ കപ്പ നികക്കെ നമുക്ക് വെള്ളം ഒഴിക്കണം. ശകലം കൂടി ആ കപ്പയ്ക്കകത്ത് നമ്മൾ ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പും കൂടി ഇടുക. അപ്പം നീ നമുക്കത് അടുപ്പിൽ എടുക്കാം. അപ്പം നമുക്കിത് അടച്ച് 3 വിസിലടിക്കുമ്പോൾ ഈ കപ്പ നല്ലപോലെ വേകും. 3 വിസിലടിക്കട്ടെ. 3 വിസിലടിക്കും. പാൽക്കപ്പയ്ക്ക് വേണ്ടിയ ചേരുവകളാണ്. ഒരു 8-10 കൂട്ടം ചുമന്നുള്ളി. 2 കിലോ കപ്പയുള്ളത് കൊണ്ട് ഇത്രയും കൂടുതലെടുത്ത്. ഒരു 4 പച്ചമുളക്, 2 ഇതള് വെളുത്തുള്ളി. ഇത് നമുക്ക് മിക്സിക്കകത്തേക്കൊന്ന് ചതച്ചെടുക്കാം. മൂന്ന് വിസിലടിച്ച് നമ്മുടെ കപ്പ കുക്കറിനകത്ത്. ഇനി നമുക്കത് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ കാര്യം കപ്പ നല്ലപോലെ വെന്തു. ഇനി നമുക്ക് ആ വെള്ളം ഊറ്റിക്കളയണം. അതിനെ ഈ പാത്രത്തിലേക്ക് കുടഞ്ഞിടാം. മോനെ നോക്കിക്കൊണ്ട് നോക്കിയില്ലാതെ. കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കപ്പ വെന്തു നല്ലതുപോലെ. ഇനി നമുക്ക് അതിന് ചേരുവകൾ ചേർക്കാനായിട്ട് തീ കത്തിച്ച് പാത്രം അടുപ്പിൽ വെക്കാൻ പോകുക. തീ കത്തിച്ച് പാത്രം അടുപ്പിൽ വെച്ചു. അപ്പോൾ നമ്മൾ ഈ വെന്തിരിക്കുന്ന കപ്പ ഈ പാത്രത്തിലേക്ക് ഇടാൻ പോകുക. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന മുളക്, ചുമന്നുള്ളി, 2 കഷ്ണം വെളുത്തുള്ളി ഇതും കൂടി ഇതിനകത്ത് ഇടാം. അത് നമുക്ക് ഇതിനകത്ത് ഇട്ട ശേഷം ഇത് നല്ലതുപോലെയാണ് ഉടയ്ക്കണം. തീ കുറച്ച് വെച്ചിരിക്കുകയാണ് ഗ്യാസേൽ. തീ കൂടിയാതെ നമുക്ക് അതിൽ അടി കരിയും. കാരണം തീ കുറച്ച് വെച്ചത് ഇത് നല്ലതുപോലെ ഉടച്ച് ചേർക്കണം. ഉടയട്ടെ, നല്ലപോലെ ഉടയട്ടെ. നല്ലപോലെ വെന്ത കാരണം നല്ലപോലെ മുടഞ്ഞു പോകും. എല്ലായിടത്തും യോജിക്കണമല്ലേ? യോജിക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പ് കൂടി ഒഴിക്കാം. എന്നാന്ന് ചോദിച്ചാൽ ഇച്ചിരി ഉപ്പ് ഇട്ടായിരുന്നു അന്നേരം. അത് നമ്മൾ കപ്പ കൂറ്റിയപ്പോൾ പോയി കാണാം. ഉപ്പും കൂടി ഇട്ട് ഉടയ്ക്കാം. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുവാണ്. ഇത് 1 കപ്പ് തേങ്ങാപ്പാലുണ്ട്. അത് 1-ാം പാലും 2-ാം പാലും കൂടി ഒന്നിച്ച് കൂട്ടി വെച്ചിരിക്കുന്നതാണ്. അതാ ഒഴിക്കുന്നത് ഇതിലേക്ക്. നമുക്ക് നോക്കാം പാല് മതിയോ പോരെങ്കിൽ പിന്നെ ഒഴിക്കാം. മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലേ? അതെ, മൊത്തത്തിലൊന്ന് ഇളക്കട്ടെ. അന്നേരം തേങ്ങാപ്പാൽ പോരെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാലും കൂടി ഒഴിക്കാം. ഒന്ന് ഇളകട്ടിപ്പം. എങ്ങനെയുണ്ട് സാധനം? അതെ, കുടുവന്തൽ മാറ്റിയിട്ട് ചെറിയ തീ കത്തുന്നുണ്ട് കേട്ടോ. ചെറിയ തീ വേണം ഇത് ഇളക്കാൻ.
ചെറിയ തീയിൽ ഇളക്കി ചെറുതായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫാക്കണം. അപ്പോൾ ഈ പാലേ ഇതിനകത്ത് ഇത്രയും പാലുള്ളതൊന്നും കുഴപ്പമില്ല. ഇത്രയും പാല് വേണം, എന്നാലേ ആ ഇളക്കി ചെറുതായിട്ട് തിളച്ച് കഴിയുമ്പോൾ ശകലം കഴിയുമ്പോൾ കുറുകി വരും. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമ്മൾ അതിലേക്ക് ഇച്ചിരി കടുക് ഉള്ളിയും കൂടെ മൂപ്പിച്ചൊടിച്ച് വെച്ചാൽ മാത്രം മതി. ഇതങ്ങോട്ട് നമുക്ക് തൽക്കാലം വാങ്ങി വെക്കാം. നമുക്കപ്പോൾ അതിനുള്ള കടുക് പൊട്ടിക്കാം. ആദ്യം നമുക്കൊരു തുടത്തോളം എണ്ണ അങ്ങ് ഒഴിക്കണം, വെളിച്ചെണ്ണ. എണ്ണ ചൂടായി ഇനി നമുക്ക് അതിനുള്ള കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി അതിനകത്തേക്ക് നമുക്ക് 2-3 ചുമന്ന മുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളി, അത് വറക്കാനുള്ള ഉള്ളി, അതിലേക്ക് നമുക്ക് 2-3 ഇതൾ കരിയാപ്പില, ഇത്രയും സാധനം നമുക്ക് മൂപ്പിച്ച് അതിനകത്ത് വെച്ചിരിക്കാം. ഉള്ളി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കതിനി ഓഫാക്കാം. തീ ഓഫാക്കിയിട്ട് നമുക്ക് ഇത് കപ്പയ്ക്കകത്ത് ഇട്ട് ഒഴിക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പാൽക്കപ്പ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പാൽക്കപ്പ നമ്മളിവിടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. എങ്ങനെയുണ്ടാ? അടിപൊളിയാണോ? പപ്പ എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? അടിപൊളി. പാൽക്കപ്പ അടിപൊളിയായോ? അമ്മ എടുക്കുന്നുണ്ട്. പാത്രം കാലിയായിരുന്നു കേട്ടോ. നല്ല സാധനമായിരുന്നു. അമ്മേ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ സാധനമായിരുന്നു. ശകലം ഒന്നും വേണ്ട, ശകലം പോലും മിച്ചമില്ല, എല്ലാം തീർന്നു. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തത് വരാം.